എല്ലാ ദൈവങ്ങൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ സ്തോത്രം പ്രാർത്ഥന കുറിച്ച് നമ്മുടെ പ്രാർത്ഥനയെ പാപമായി തീരുന്നത് എങ്ങനെ, അതായത് ടോപ്പിക്ക് ഹൗ ഡസ് പ്രയർ ബിക്കം എ സിൻ. ഹല്ലേലൂയ. അതായത് നമ്മൾ ധ്യാനിച്ചത് അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. യെശയ്യാ 1:15 വായിക്കാം. യെശയ്യാ 1:15. യെശയ്യാവ് 1:15. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പാപഭംഗിരമായ കരങ്ങൾ ഉയർത്തി കരങ്ങൾ മലർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് നമ്മളിവിടെ വായിച്ചത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥന നല്ലതാണ്, എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ റൈറ്റുണ്ട്, സ്തോത്രം. പക്ഷേ പാപം നമ്മളെ സംബന്ധിച്ച് നമ്മൾ വിശ്വാസികളാണ്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് ഉത്തരവാദിത്വമുണ്ട്. അത് സ്തോത്രം. തോന്നിയ രീതിയിൽ പ്രാർത്ഥിക്കാൻ സാധിക്കത്തില്ല. പാപിയായ മനുഷ്യനെ സംബന്ധിച്ച് ഇത് അപ്ലൈ ചെയ്യുന്നില്ല. അവർക്കറിയത്തില്ല, പ്രമാണങ്ങൾ അറിയത്തില്ല. പക്ഷെ നമുക്ക് പ്രമാണങ്ങൾ അറിയാം. കർത്താവായ യേശുവിൻ്റെ പ്രാർത്ഥന ജീവിതം ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അധികാലത്തെ ഇരുട്ടോടുകൂടി അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് നിർജ്ജന പ്രദേശത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. യേശുവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ബോസ്റ്റൺ സഭയിൽ വെളുപ്പാങ്കാലത്തെ വന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. അതെ, അതിന് അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങൾക്കുണ്ടായിരിക്കും. കാര്യം അതിരാവിലെ വന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. കർത്താവായ യേശുവും നിർജ്ജന പ്രദേശത്ത് നിന്ന് അതിരാവിലെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയോട് കൂടി ദിവസേനയുള്ള ജീവിതം ആരംഭിക്കേണ്ടതാണ് എന്ന് അത് അത്യാവശ്യമായൊരു കാര്യമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ വിജയകരമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് കർമ്മമായിട്ടുള്ള പ്രാർത്ഥന ആണ്. നമുക്കറിയാം, സ്തോത്രം. അപ്പം തന്നെ അനുഗമിച്ച 12 ശിഷ്യന്മാരെ നമുക്കറിയാം, തിരഞ്ഞെടുക്കുന്നതിന് തലേ രാത്രി കർത്താവ് പ്രാർത്ഥനയിൽ ചെലവഴിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ പ്രാർത്ഥനാപൂർവം ആയിരിക്കണമെന്ന് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ശ്രദ്ധയോടുകൂടി നാം പാലിക്കുന്നുവെങ്കിൽ നമുക്ക് എത്ര അനിഷ്ട സംഭവങ്ങൾ കൂടാതെ അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ കഴിയുമായിരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ വന്ന വൈകല്യം, താമസം, അതൊക്കെ പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ നമ്മളുണ്ടായിട്ടുണ്ട്. അത് അവരവർക്കറിയത്തുള്ളൂ. ദൈവഇഷ്ടത്തിന് വെളിയിൽ നടത്തപ്പെട്ട വിവാഹങ്ങൾ സമാധാനമില്ലാത്ത കുടുംബങ്ങളായി അവസാനിച്ച് എത്രയോ സംഭവങ്ങൾ നമ്മൾ ദിനംതോറും കേൾക്കുന്നു. ഡിവോഴ്സിൽ ചെന്ന് കലാശിക്കുന്നു. എന്തുകൊണ്ട്? കാര്യം ദൈവ ഇഷ്ടത്തിന് വെളിയിൽ നടത്തപ്പെടുന്ന വിവാഹങ്ങൾ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മുടെ തീരുമാനങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ആയിരിക്കട്ടെ. കർത്താവിൻ്റെ ജീവിതം അത് നമുക്ക് അത് മാതൃകയായിരിക്കട്ടെ. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ട്രേസി സഹോദരി ഇന്ന് അല്പം മുമ്പേ പ്രാർത്ഥിച്ചപ്പം അതിലെ ചില കാര്യങ്ങൾ ഉദ്ധരിക്കുകയുണ്ടായി. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ദാനിയേലിൻ്റെ പ്രാർത്ഥന, അത് ദൈവമക്കൾ സമയം കിട്ടുവാണെന്ന് പഠിക്കുന്ന നല്ലതായിരിക്കും. 9-ാം അധ്യായത്തിൽ ദാനിയേൽ പ്രാർത്ഥിച്ച വിധങ്ങൾ, 9-ാം അധ്യായം 1 മുതൽ 20-21 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടൊന്ന് പഠിക്കുന്ന നല്ലതായിരിക്കും. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ അതാണ് ധ്യാനിച്ചത്. പാപത്തെക്കുറിച്ചുള്ള അനുതാപം, ഏറ്റുപറച്ചിൽ, വിടുതലിന് വേണ്ടിയുള്ള അപേക്ഷ, സ്തോത്രം. അതെ, ഈ ഇതിൻ്റെ പ്രാർത്ഥനയിൽ അനുതാപമുണ്ട്. ഇസ്രായേൽ ചെയ്ത കുറ്റം, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത കുറ്റത്തെക്കുറിച്ച് ഒരു ഏറ്റു പറയുന്നു. യെരുശലേമിൻ്റെ ഉദാഹരണത്തിന് വേണ്ടിയുള്ള അപേക്ഷ. അപ്പം ദാനിയേൽ പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ദാനിയേലാണെന്നുള്ള ഒരു പാപം ചെയ്ത മനുഷ്യനല്ല. എന്നാൽ മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നതെന്ന് ഓർക്കണമേ, നിന്റെ കോപം ഞങ്ങളിൽ നിന്ന് നീക്കണമേ.
നിന്റെ വിശുദ്ധ നഗരത്തെ കടാശിക്കണമേ. അല്ലയ കർത്താവെ കേൾക്കണമേ. കർത്താവെ ക്ഷമിക്കണമേ. അതെ, സ്തോത്രം. ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ ദുഷ്ടത ചെയ്തു, ഞങ്ങൾ മത്സരിച്ചു, നിന്റെ കൽപ്പനകളും ചട്ടങ്ങളും ഞങ്ങൾ വിട്ടുമാറി, പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ കേട്ടില്ല. അല്ലയ്യ. അതെ, അപ്പം ഇതൊക്കെയാണ് ദാനിയേൽ ദൈവത്തോട് അത് ഏറ്റവും അത് ഞാൻ പറഞ്ഞല്ലോ, ദൈവങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ അത് ധ്യാനിക്കുന്ന നല്ലതായിരിക്കും. അതെ, സ്തോത്രം. അതെ, പല കാര്യങ്ങളും അതിൽ നിന്ന് നമുക്ക് ഒരു മാതൃകാ പ്രാർത്ഥനയാണ് സ്തോത്രം. അതൊരു ഗൈഡ് ലൈൻസാണ് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ ദൈവ വഴികളെ അറിയുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ, നാം ദൈവമക്കളാണ്. ദൈവ വഴി അറിയുവാൻ താല്പര്യമുള്ള ദൈവമക്കളാണ്. യെശയ്യാ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് അതൊന്ന് വായിക്കുന്ന നല്ലതായിരിക്കും. യെശയ്യാ 24:5-6 വാക്യം വായിച്ച്. 24:5-6 വാക്യങ്ങൾ. ഭൂമിയിലെ നിവാസികൾ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അത് പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി, ചുരുക്കം പേര് മാത്രം ശേഷിച്ചിരിക്കുന്നു. ഭൂമി കണ്ടോ, ശാപത്തെ കുറിച്ച് പിന്നീട് കാണുന്നു. ഭൂമി ശാപഗ്രസ്തരായി പോയി, ഭൂമി ശാപഗ്രസ്തരമായിരിക്കുകയാണ്. ഭൂമിയിലെ നിവാസികൾ മലിനപ്പെട്ടിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ചു. ഓ ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ലംഘനത്തിലും പാപത്തിലും ജീവിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. അവർ വിവാദത്തിലും കലഹത്തിലും ഏർപ്പെട്ടിരുന്ന ജനമാണ്. ദൈവകൽപ്പനകളെ അനുസരിച്ച്, ദൈവ ഇഷ്ടം അറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യം സ്വന്തം ഇച്ഛകളാൽ ജീവിച്ചിരുന്ന ഈ ജനത്തിന് അറിവില്ലായിരുന്നു. അറിവ് കൂടിയതാണോ അറിവില്ലാത്തതാണോ, അത് നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പം അതെ, സ്തോത്രം. അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഈ ജനത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരം നൽകാത്തത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ വാക്യം ധ്യാനിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതായത് സ്തോത്രം, ശീതോഷ്ണാവസ്ഥയിലിരിക്കാൻ അവസ്ഥയ്ക്ക് ദൈവം ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. അവരെ നമ്മൾ വെളിപ്പാട് 3:16 വായിക്കുന്ന എങ്ങനെ? വെളിപ്പാട് 3:16 എന്ന് വായിച്ച്. വെളിപ്പാട് 3:16. വെളിപ്പാട് 3:16. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിഴ്ന്നുകളയും. ആമേൻ, ഹല്ലേലൂയ. ഉമിഴ്ന്നുകളയും. ഓ ഗ്ലോറി, ഹല്ലേലൂയ. അപ്പം ദൈവഹിതത്തിന് അനുസരണമല്ലാത്ത നമ്മുടെ അപേക്ഷകളെ ദൈവം കൈക്കൊണ്ട് ഉത്തരം നൽകത്തില്ല. സ്തോത്രം. ദൈവഹിതത്തിന് അനുസരണമല്ലാത്ത നമ്മുടെ പ്രാർത്ഥനയോ അപേക്ഷയോ ദൈവം കൈക്കൊള്ളത്തില്ല. സ്തോത്രം. നമുക്കറിയാം, ആവർത്തനം 34:4 വായിക്കുന്നത്. ആവർത്തനം 34:4. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇതുതന്നെ. ഞാനത് നിന്റെ കണ്ണിന് കാണിച്ചു തന്നു, എന്നാൽ നീ അവിടേക്ക് കടന്നു പോവുകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. അതെ, അപ്പം കനാൻ ദേശത്ത് പ്രവേശിപ്പാൻ തന്നെ അനുവദിക്കണമെന്ന് മോശ ദൈവത്തോട് അപേക്ഷിച്ചു. എത്രയോ നാളുകൾ താൻ ഈജിപ്റ്റ് വിട്ടതിന് ശേഷം 40 വർഷം വിട്ടു, പിന്നെ തൻ്റെ 80 വർഷക്കാലം കൂട്ടിക്കും. 40 വർഷം പിന്നെ മരുഭൂമിയിലായിരുന്നു, പിന്നെ 40 വർഷം ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി താൻ പ്രവർത്തിച്ചു. അപ്പോൾ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട് തനിക്ക് കനാൻ നാട്ടിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്ന് താൻ ആഗ്രഹിച്ചു. തനിക്ക് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം ആ പ്രാർത്ഥന കേട്ടില്ല. ഈ കാര്യത്തെക്കുറിച്ച് തന്നോട് അപേക്ഷിക്കേണ്ട എന്ന് മോശയുടെ ദൈവം കർശനമായി കൽപ്പിക്കുന്നു. നമുക്കറിയാം. അപ്പം മറുമലയിൽ വെച്ച് നമുക്കറിയാം പത്രോസ് ചെയ്ത അപേക്ഷയും അതിന് ഉദാഹരണമാണ്, അല്ലേ? അതായത് മറുമലയിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിച്ചാൽ, അതായത് ലോകത്തെ അതിശയിപ്പിക്കത്തക്ക കാര്യങ്ങൾ മോശയിൽ നിന്നും ഏലിയാവിൽ നിന്നും മനസ്സിലാക്കുവാൻ തനിക്ക് കഴിയുമെന്ന് കരുതിയായിരിക്കാം പത്രോസ് പറഞ്ഞു, ഞങ്ങളൊരു കുടിലുണ്ടാക്കട്ടെ, അല്ലേ? കുടിലുണ്ടാക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ ആ അപേക്ഷ സമർപ്പിക്കുന്നു.
പക്ഷെ നോ, അല്ല. അതായത് അവിടെ മോശയെ വലിയ പ്രത്യക്ഷപ്പെട്ടല്ലോ. അതെ. അപ്പം പത്രോസ് വിചാരിച്ചെന്ന് ഇവരോട് കൂടുതൽ ഇടപെട്ട് കാര്യങ്ങൾ കുറേ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെയല്ല. നശിച്ചു പോകുന്ന ലോകത്തോട് സുവിശേഷം വിളിച്ചറിയിക്കാൻ തൻ്റെ ഉത്തരവാദിത്വം പത്രോസ് മറന്നു കളഞ്ഞു എന്ന് നാം ചിന്തിക്കുക. കർത്താവ് ഈ അപേക്ഷയെ അവഗണിക്കുകയാണ് ചെയ്തത്. അതായത് നമ്മൾ വായിക്കുന്നുണ്ട്, എന്താ, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കും, ഇവന് ചെവി കൊടുപ്പീൻ. സ്വർഗത്തിൽ നിന്നും കേൾപ്പിച്ചതാണ്, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്ക്, പറയുന്നത് കേൾക്ക്. അതെ. അപ്പം പത്രോസിന് കൊടുത്തു. നമുക്കറിയാം മർക്കോസ് 5-ാം അധ്യായം 18 മുതൽ 20 വരെ എന്ന് വെച്ചാൽ മർക്കോസ് 5-ാം അധ്യായം 18 മുതൽ 20 വരെ. മർക്കോസ് 18 മുതൽ 20 വരെ. കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ, ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ, ഓർക്കുന്നതുമില്ലയോ? 5000 പേർക്ക് ഞാൻ 5 അപ്പം നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര കൊട്ട നിറച്ചെടുത്തു? 12 എന്ന് അവർ അവനോട് പറഞ്ഞു. 4000 പേർക്ക് നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര വട്ടി നിറച്ചെടുത്തു? 7 എന്ന് അവർ അവനോട് പറഞ്ഞു. ഏതാ വായിച്ചത്? മാർക്ക് 8-ന്റെ പറഞ്ഞേ. മാർക്ക് 5-ാം അധ്യായം 18 മുതൽ 20 വരെ. അവൻ പടയേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ, നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു നിനക്ക് ചെയ്തൊക്കെയും തെക്കപ്പുലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. അപ്പൊ ഗദരദേശത്ത് കർത്താവ് സൗഖ്യമാക്കിയ ഭൂതഗ്രസ്തന്റെ ഒരപേക്ഷ കർത്താവ് ഗണ്യമാക്കിയില്ല. അവൻ്റെ ആഗ്രഹം യേശുവിൻ്റെ കൂടെ പോരുവാൻ ആയിരുന്നു. കർത്താവ് പറഞ്ഞു, നീ പോയി നിന്റെ നാട്ടിൽ പോയി കർത്താവ് ചെയ്തതൊക്കെയും പ്രസ്താവിക്കാനാണ് നല്ലതെന്ന് കർത്താവ് അവനോട് പറയുന്നു. അപ്പം അവൻ ദൈവഹിതത്തിനനുസൃതമാവണം അവൻ പ്രവർത്തിച്ചു. നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. അപ്പം നമ്മുടെ നല്ലൊരാഗ്രഹമാണ്. അവൻ പറഞ്ഞു, എനിക്ക് നിന്നെ അനുഗമിക്കണം. അല്ല, കർത്താവ് പറഞ്ഞു, നീ പോയി വീട്ടിൽ പോയി നാട്ടിലൊക്കെ പോയി സുവിശേഷം അറിയിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിലെ ദൈവ ഉദ്ദേശം നാം മനസ്സിലാക്കി അതിനനുസരിച്ച് നാം പ്രാർത്ഥിക്കണം. ദൈവഹിതത്തിന് വിപരീതമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം ഒരിക്കലും പ്രാർത്ഥിപ്പാൻ ഇടയാകരുത്. സ്തോത്രം. അത് നമ്മളൊരു കാര്യമുണ്ട്. ഈ സുവിശേഷ വേലയിൽ തന്നെയും സുവിശേഷ സർക്കിളിൽ തന്നെയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും അവസരങ്ങൾക്ക് വേണ്ടിയും നാം തത്രപ്പെടാൻ ആഗ്രഹിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ദൈവം നമുക്ക് നിയോഗം തരുന്നുവെങ്കിൽ നമ്മൾ ചെയ്യുക. അല്ലെ, എനിക്കൊരു ചാൻസ് കിട്ടിയില്ലല്ലോ, എന്നെ മാനിച്ചില്ലല്ലോ, ഇങ്ങനൊന്നും നമ്മൾ ചിന്തിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അത് വേറൊരു കാര്യമുണ്ട്. ലീഡർഷിപ്പിൽ ഇരിക്കുന്നവർ ചിന്തിക്കേണ്ടതും കാര്യങ്ങളും ഉണ്ട്. അവരെ സംബന്ധിച്ചുകൊണ്ട് ഈ ആൾ യോഗ്യനാണ്, എങ്ങനെയുള്ളവരാണ് പ്രസംഗിപ്പിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമുണ്ട്. ജനകോടികളുടെ ഇംഗിതത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതല്ല. ഇപ്പം ഇന്ത്യയിൽ തന്നെ ഈ അടുത്ത സമയത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭണം ഉണ്ടായി. ന്യൂഡൽഹിയിൽ കുറച്ച് ദിവസമായി ഉണ്ടായി. അന്നേരം ഉണ്ട് ഇതിൻ്റെ കോൺഗ്രസ് പാർട്ടിയിലെ രാഹുൽ ഗാന്ധി എന്ന് പേര്, ചെറുപ്പക്കാരന്, സോണിയയുടെ മകൻ. അന്നേരം ഉണ്ട് അവരെല്ലാം കൊണ്ട് കോൺഗ്രസ് എല്ലാം കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് മോഡിയുടെ വീട് വളയുന്നു. ഇതൊക്കെ നിങ്ങളിപ്പോൾ കണ്ട കാഴ്ചകളാണ്. അപ്പം എല്ലാവരും ഉണ്ടല്ലോ ഷൈൻ ചെയ്യാനായിട്ട് ഉടനെ കോൺഗ്രസ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. അവിടെ ആ കൂടി നാശം ഉണ്ടാക്കുന്നു. ഈ രാഷ്ട്രീയം പറയുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും പല അഭിപ്രായങ്ങൾ കാണും പ്രൈം മിനിസ്റ്റർ മോഡിയെക്കുറിച്ച്. പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ 1-2 വാചകം പറഞ്ഞ് ഞാനങ്ങ് വിടാൻ പോവുകയാണ്. ഞാൻ ആരുടെയും പക്ഷമല്ല. പക്ഷെ ഒരു കാര്യം, മോഡിയുടെ കീഴിൽ ഇന്ത്യ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കോൺഗ്രസ് പാർട്ടി നിങ്ങൾക്കറിയാമോ, നിങ്ങൾ അത്ര പേര് അറിയുന്നത്, നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ കൂടെയാണ് ഇവർ നിന്നത്, അറിയാമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ ഇവർ നിന്നത്. അതുകൊണ്ട് പിന്നെ ഇന്ത്യക്ക് വലിയ പ്രയോജനം ഉണ്ടായ ഇന്ത്യ വളരെ സൂക്ഷിച്ചു.
ഇന്ത്യ സോഷ്യലിസം മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ത്യക്ക് വളർച്ചയുണ്ടായില്ല. പിന്നീട് വന്ന ഈ ഗവൺമെൻറ്റുകളൊക്കെയാണ് നരസിംഹറാവുവിൻ്റെ കാലത്തും പിന്നീട് ഈ ഗവൺമെൻറ്റൊക്കെ വന്നപ്പോഴാണ് അഡ്വാൻസ്മെൻ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു, ഞാൻ നാട്ടിലായിരിക്കുമ്പം അത് വേറൊരു വിഷയം ഉണ്ടല്ലോ. പക്ഷേ നമ്മളിപ്പോഴത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഇവരുടെയൊക്കെ പോക്ക് ഇങ്ങനെയാണ് എന്ന് ഞാൻ വൈദ്യുതി പറയുകയാണ്. അപ്പോൾ നാം അതെ തന്നെ ജനങ്ങളുടെ ഇഷ്ടാനുസരിച്ച് മൂവ് ചെയ്യാനല്ല ഒരു ദൈവദാസന്മാരും ലീഡർഷിപ്പ് ഇരിക്കുന്നവരും പോകേണ്ടത്. ദൈവപ്രമാണത്തെ നാം എങ്ങനെ മുറുകെ പിടിക്കുന്നു, അതാണ് നാം ചിന്തിക്കേണ്ടത്. സ്വതന്ത്രം ആ ദൈവപ്രമാണത്തെ നാം എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു. ദൈവഹിതത്തിന് വിപരീതമാകുന്നു കാര്യങ്ങൾക്ക് വേണ്ടി നാം ഒരിക്കലും പ്രാർത്ഥിപ്പാൻ ഇടയാകരുത്. ഓക്കെ, ഹല്ലേലൂയ, സ്വതന്ത്രം. നമുക്കറിയാം ഹായ് ബട്ടൺ ഇതൊന്ന് വായിക്കുന്ന നല്ലതായിരിക്കും. പിന്നെ വിലാപങ്ങൾ 3-ാം അധ്യായം 8-ാം വാക്യം എന്ന് വെച്ചാൽ വിലാപങ്ങൾ 3:8. നമ്മൾ ഈ എത്ര കിടന്ന് നല്ലവർക്ക് കൂവി വിളിച്ചെന്ന് പറഞ്ഞാലും എൻ്റെ പ്രാർത്ഥന തടുത്ത് കളയുന്നു. കാരണമുണ്ട്, നമുക്കറിയാം. 44-ാം വാക്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. 44-ാം വാക്യം 44. ഞങ്ങളുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം നീ മേഘം കൊണ്ട് നിന്നെ തന്നെ മറച്ചു. കണ്ടോ, നമ്മുടെ പ്രാർത്ഥന അങ്ങോട്ട് എത്താതിരിക്കാൻ വേണ്ടി അവൻ മേഘം കൊണ്ട് മറച്ചെന്ന്. ഓ ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ നാം ചിന്തിക്കേണ്ട ചില വിഷയങ്ങളാണ്. അപ്പം നാം വിശ്വാസികളാണ്. നാം അനേക നാളുകളായിട്ട് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളാണ്. അത് നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെയും കൂടിയാണ് പറയുന്നത്, നമ്മൾ പ്രാർത്ഥന അവന് സുഗ്രാഹ്യമായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം ഹായ് പട്ടണക്കാർ അവരുടെ മുമ്പിൽ നിന്നും ഇസ്രായേൽ ജനം തോറ്റു. പഴയ നിയമത്തെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യോശുവ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ചില പാഠം പഠിക്കാനുള്ളത്, ദൈവം ഈ അവസരത്തിൽ യോശുവയോട് കൽപ്പിക്കുന്നത് പ്രാർത്ഥന അവസാനിപ്പിക്കാനാണ്. ഓക്കെ, അവരുടെ മധ്യത്തിൽ പാപം ഉണ്ട്, അവരുടെ മധ്യത്തിൽ പാപം കിടക്കുന്നു. പാപം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ശരിയാവും? ഇല്ല. ഇന്നലെ ഞാൻ പറഞ്ഞ മാതിരി ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഒന്നുമില്ല. ഇന്നലെ ഞാനൊരു സംഭവം ഞാൻ എൻ്റെ ഒരു അനുഭവ സാക്ഷി ഞാൻ ഇന്നലെ ഉച്ച കഴിഞ്ഞ് പറഞ്ഞു. അതെ, സ്തോത്രം. എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഡ്രോബാക്ക് നമ്മളിലുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ടോ പ്രസംഗിച്ചതുകൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല. അതാദ്യം മനസ്സിലാക്കണം. സ്തോത്രം. അതെ, അവരുടെ ഒരു പാപം ഉള്ളത് കൊണ്ടാണ് അമോര്യരുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാഞ്ഞത്. സ്തോത്രം. നമ്മുടെ ടോപ്പിക്ക് അതാണല്ലോ, പ്രാർത്ഥന പാപമായി തീരുന്നത് എങ്ങനെ? ഹൗ ഡസ് പ്രയർ ബിക്കം എ സിൻ? യോശുവ 7:4 വെച്ച സോറി, യോശുവ 7:4. അങ്ങനെ ജനത്തിൽ ഏകദേശം 3000 പേര് അവിടേക്ക് പോയി. എന്നാൽ അവർ ഹായ് പട്ടണക്കാരുടെ മുമ്പിൽ നിന്ന് തോറ്റോടി. ഹായ് പട്ടണക്കാർ അവര് 36ഓളം പേരെ കൊന്നു. ആമേൻ. കണ്ടോ. ഈ 10:11 വാക്യം എന്ന് വെച്ചാൽ 10:11 വാക്യം. യഹോവ യോശുവയോട് അരുളിച്ചെയ്തത്, എഴുന്നേൽക്കുക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്ന എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശബദാർപ്പിതം എടുത്തിരിക്കുന്നു. അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. അപ്പോഴേ നീ പ്രാർത്ഥിക്കേണ്ടതെന്ന്, ഇസ്രായേൽ പാപം ചെയ്തെന്ന് ഉപവാസമൊക്കെ നിർത്ത്. ആദ്യം കറക്റ്റ് ചെയ്യും. ക്ഷമ ചോദിക്കുന്നവരോട് ക്ഷമ ചോദിക്കൂ. പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരികെ കൊടുക്ക്. ആരുടെയെങ്കിലും അപകരിച്ചിട്ടുണ്ടെങ്കിൽ തിരികെ കൊടുക്ക്. അല്ലേ, ഇതൊക്കെ കറക്റ്റ് ചെയ്യും. എന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, എന്നിട്ടൊന്ന് പ്രസംഗിച്ചാൽ മതി. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. അതെ, സ്തോത്രം. ശത്രുക്കളുടെ മേൽ ജയം പ്രാപിക്കുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടയിൽ നിന്ന് പാപം നീക്കിക്കളയണം.
അനുദപിക്കേണ്ട അത്യാവശ്യമാണ്. സ്തോത്രം. വലുതും ചെലവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ സക്കായിയെ പോലെ 4 മടങ്ങ് മടക്കി കൊടുക്കുവാൻ അത് സക്കായിക്ക് കഴിഞ്ഞു. ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അപ്പോൾ ഹല്ലേലൂയ, മടക്കി കൊടുത്തപ്പോൾ വീടിന് രക്ഷ വന്നു. ഓ ഗ്ലോറി. നമ്മൾ എന്തെല്ലാം മടക്കി കൊടുക്കാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ കോഴിയെ വിഷം കൊടുത്ത് കൊല്ലുന്ന പരിപാടി പെന്തിക്കോസുകാരുടെ ഇടയിലുണ്ട്. അറിയാമോ? ഇതൊക്കെ എപ്പോഴാണ് മടക്കി കൊടുക്കുന്നത്? അതുകൊണ്ട് ദൈവമക്കളെ, അതെ, ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളെ ഞാൻ ഈ പറഞ്ഞതൊന്നും ഉണ്ടാക്കി പറഞ്ഞതൊന്നുമല്ല. ഒക്കെ സ്തോത്രം. ദൈവമുണ്ടല്ലോ. എൻ്റെ കാര്യം പറഞ്ഞു, എന്നെ എടുത്തോ, നിങ്ങളുടെ ആരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ദൈവം വെറുതെ വിടത്തില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് കർത്താവേ ചെയ്ത തെറ്റുകളെ ക്ഷമിക്കണമേ എന്ന് നമ്മൾ നിലവിളിക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുകയുള്ളൂ എന്ന് നമ്മളെ ഈ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഈ വീടിന് രക്ഷ വരണമെന്നുണ്ടെങ്കിൽ, അതെ, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, അതെ, നമുക്ക് ഈ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുക. സ്തോത്രം. അതെ, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കത്തില്ല. ഹല്ലേലൂയ. അതെ, അതെ, നമുക്കറിയാം. ശബരി മക്കളുടെ അമ്മ ഞങ്ങളുടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കർത്താവിനോട് കഴിച്ച അപേക്ഷ എന്താണ്? അവളുടെ പുത്രന്മാർ ഇരുവരും ദൈവരാജ്യത്തിൽ ഒരുവൻ കർത്താവിൻ്റെ ഇടത്തും വലത്തും ഇരിപ്പാൻ അതെ ചോദിക്കുന്നു. അവളുടെ പ്രാർത്ഥന യാചിക്കുന്നത് ഇന്നതെന്ന് അവൾക്ക് അറിയാമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമൊക്കെ അറിയാം, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള അറിയാം. പക്ഷേ സ്തോത്രം, അതെ, നമ്മുടെ ഓരോരുത്തരുടെയും ആളത്വരമായ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ നിവർത്തിക്കാൻ ദൈവസന്നിധിയിൽ കഴിക്കുന്ന അപേക്ഷ, അത് ദൈവസന്നിധിയിൽ അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അതിനെ വചനപ്രകാരം നമ്മളതിനെ അളക്കുക. ഒരു മിനിറ്റ് എൻ്റെ മുമ്പിലുള്ളത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, സ്തോത്രം, നമുക്ക് ദൈവസന്നിധിയിൽ ഫലപ്രദമായ പ്രാർത്ഥനയ്ക്ക് ചില വ്യവസ്ഥകളുണ്ട്. സമയമായി നിർത്താൻ പോകും. നമ്മുടെ ഹൃദയം ശുദ്ധ ഹൃദയത്തോടു കൂടി ആയിരിക്കണം. നമ്മൾ ദൈവഹിതപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പിന്നെ നമ്മൾ അറിയാവുന്ന പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. എഫേസ്യ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, യൂദാളനെ 2-ാം അധ്യായത്തിലൊക്കെ ഉണ്ട് പരിശുദ്ധാത്മാവിൽ. ഞാൻ നിർത്തട്ടെ പ്രിയ ദൈവമക്കളെ. അതെ, പ്രാർത്ഥന പാപമായി തീരുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു എല്ലാവർക്കും. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. എല്ലാ ദൈവങ്ങൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. സ്തോത്രം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ, പ്രാർത്ഥന പാപമായി തീരുന്നത് എങ്ങനെ? പ്രാർത്ഥന പാപമായി തീരുന്നത് എങ്ങനെ? ഹൗ ഡസ് പ്രേയർ ബിക്കം എ സിൻ? ഹല്ലേലൂയ. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നൊരു കാര്യമല്ല പ്രാർത്ഥന എങ്ങനെ പാപമായി തീരുന്നത്. ദൈവങ്ങൾ വിചാരിക്കും. ഞാൻ ബൈബിളിലെ വചനത്തിൽ കൂടി തന്നെയാണ് ആ വാക്യം എടുത്തിരിക്കുന്നത്. സങ്കീർത്തനം 109:7 വായിക്കാം. അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരനെന്ന് തെളിയട്ടെ, അവന് പ്രാർത്ഥന പാപമായി തീരട്ടെ. അപ്പൊ അവന്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ എന്ന്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന വല്ലതും പാപമായി പോയിട്ടുണ്ടോ? സ്തോത്രം. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സ്തോത്രം. പ്രാർത്ഥന എങ്ങനെ പാപമായി തീരുന്നു അല്ലേ? സ്തോത്രം. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ചില നിയമങ്ങളും വകുപ്പുകളും പ്രമാണങ്ങളും ഉണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ വ്യക്തിയായിട്ടും സഭയായിട്ടുമുള്ള ജീവിതത്തിൽ പരമപ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയാൽ സാധിച്ച അനേക വൻ കാര്യങ്ങളെക്കുറിച്ച് നാം വേദപുസ്തകത്തിൽ ആദ്യന്തം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ദാനിയേൽ, ഏലിയാവ്, പഴയ നിയമ പ്രവാചകന്മാരുടെ പ്രാർത്ഥനാ ജീവിതം, ദൃഷ്ടാന്തം. അത് ഈ അന്ത്യകാലത്ത് വന്നിരിക്കുന്ന നമ്മൾക്ക് അത് നമ്മുടെ ഉത്സാഹത്തിനും പഠനത്തിനും ഒക്കെ ഒരു കാരണമായി തീരേണ്ടതാണ്. ജനത്തിനു വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന കഴിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യുകയാണെന്ന്
ശമൂവേലിനുണ്ടായിരുന്ന ബോധ്യം നമ്മെ ഭരിച്ചുവെങ്കിൽ നന്നായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ രാജ്യത്തിനുണ്ട് പ്രാർത്ഥിപ്പാൻ വന്നു. അത് റെഗുലറായിട്ട് 4 പേര് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സന്തോഷം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊരിക്കലും ഈ സെഷൻ ഒരിക്കലും അങ്ങനെ ആരും ചെയ്തിട്ടില്ല, അല്ലേ? നമ്മുടെ രാജ്യത്തിനുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. സ്തോത്രം. രാജ്യം നിലനിന്നില്ലെങ്കിൽ, ഈ രാജ്യം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ വല്ല ഭാവിയുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ നമുക്കോ ഭാവിയുണ്ടോ? ഇല്ല. ആദ്യം അതാണ് പത്രോസും ലേഖനങ്ങളിലൊക്കെ എഴുതിയിരുന്നത്. ആദ്യം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയാണ്. സ്തോത്രം. അല്ലാതെ എന്നെ, എൻ്റെ മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാനല്ല. അറിയാം. അപ്പം ദാവീദിനെ പോലെ ദൈവം പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം, അതായത് കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ദൈവസന്നിധി സങ്കടം ബോധിപ്പിച്ച് കരയുന്ന അനുഭവം, അതത്ര പ്രശംസനീയമായ കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അതെ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് കൊണ്ട് പ്രാർത്ഥിപ്പാൻ നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, അത് നമ്മൾ മനസ്സ് വെക്കുന്നുവെങ്കിൽ നമ്മുടെ സഭകളുടെ നിലവാരം എത്രമാത്രം വ്യത്യസ്തമാകുമായിരുന്നു. പരീക്ഷയിലകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാനുള്ള കർത്താവിൻ്റെ ആജ്ഞയെ നമ്മൾ പാലിക്കാത്തതുകൊണ്ട് ആണ് ഇതൊക്കെ ഈ അനവധി പരീക്ഷകളിൽ കൂടി നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നമ്മൾ ക്രമമാവണ്ണം ദൈവസന്നിധിയിൽ അഭയാചന കഴിക്കുന്നവരായ വിശ്വാസികൾ തന്നെ പലപ്പോഴും പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരം വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ നിവർത്തിക്കേണ്ടതായ പല കാര്യങ്ങളെക്കുറിച്ചും അജ്ഞരായിരിക്കുന്നുള്ള പരമാർത്ഥം മാത്രമാണ്. അതെ, നമ്മുടെ പ്രാർത്ഥന ബോസൺ പ്രയർ സഭയെന്നാണ് ഇതിന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്നവരാണ്. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ നിവർത്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുവാൻ നാം അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ, അതെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായ കാര്യങ്ങളാണ്. സ്തോത്രം. പ്രാർത്ഥനയുടെ ചില നമ്മൾ വചനത്തിൽ അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ഈ സദൃശവാക്യം 28:9 ഒന്ന് വായിക്കാം. 28:9. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. അതെ, അപ്പോൾ നാം എന്തെല്ലാം പ്രാർത്ഥിച്ചാലും എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലും ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ, നമ്മൾ ശനിയാഴ്ച യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. കേട്ടാൽ പോരാ, കേൾക്കുന്നത് ശരിക്ക് കേൾക്കണം. യാക്കോബ് ഞാൻ പറഞ്ഞതല്ല. ഓക്കെ. അപ്പം ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ സ്തോത്രം. പിന്നെ എത്ര കിടന്ന് പ്രാർത്ഥിച്ചാലും കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് കൊടുത്തിട്ട്, ഹോമോസെക്ഷന് വോട്ട് കൊടുത്തിട്ട്, അബോർഷന് വോട്ട് കൊടുത്തിട്ട് പ്രാർത്ഥിച്ചാൽ ശരിയാവൂ? ചിന്തിക്കണം. തിങ്ക് അബൌട്ട് ദാറ്റ്. ഹല്ലേലൂയ. ബെന്തിക്കോസ് ജനമേ, എന്നെക്കുറിച്ച് ചേർത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലേ, നമ്മുടെ പഠിപ്പീരും നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ തൂലികകളും ഒക്കെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? ന്യായപ്രമാണം തിരിച്ചു കളഞ്ഞാൽ നിന്റെ പ്രാർത്ഥന തന്നെ പാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രേ ദൈവമക്കളെ, ബി സീരിയസ്, ടേക്ക് ഇറ്റ് സീരിയസ്. സ്തോത്രം. നമുക്ക് എന്തെല്ലാം വാഗ്ദാനങ്ങൾ ഈ ഭരണകർത്താക്കൾ നമുക്ക് ചെയ്തെന്ന് പറഞ്ഞാലും തരാമെന്ന് പറഞ്ഞാലും വചനത്തെ നമ്മൾ വിൽക്കരുത്. ഇപ്പോൾ ഇനി പ്രസിഡന്റ് ട്രംപ് 2.5 വർഷം കഴിയും, അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയും, പുതിയ ഒരു ഇലക്ഷൻ വരും. അപ്പോൾ ഉടനെ നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് പാർട്ടി ജയിച്ചു. സ്ത്രീകൾക്ക് സൗജന്യമായി ബസ്സിൽ ഫ്രീ ട്രാവലിംഗ് സ്ത്രീകൾക്ക്. ഓക്കെ. ഒന്നാമത്തെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പുറത്താണ് ഇങ്ങോട്ട് ഗാന്ധിയുടെ നെഹ്റുവിൻ്റെ കൊച്ചുമോൻ ഇങ്ങോട്ട് വന്ന് ഒരു അനൗൺസ്മെൻറ്റ്, എല്ലാവർക്കും ഫ്രീ ടിക്കറ്റ്. ഓക്കെ, കൊടുക്കുന്നുണ്ട്, കാര്യമൊക്കെ ശരിയാണ്. ഓക്കെ. ഞാൻ പറഞ്ഞത്, എൻ്റെ പോയിൻ്റ് അതല്ല.
സ്തോത്രം. നമുക്കാരെല്ലാം പ്രിയതരാന്ന് പറഞ്ഞാലും നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമുണ്ട്. ദൈവവചനം വിട്ടുകൊണ്ട് ആരെയും അനുകൂലിക്കാൻ നിൽക്കരുത്. ഒരു ദുഷ്ടനെ പ്രോത്സാഹിപ്പിക്കരുത്. ദൈവവചനത്തിന് വേണ്ടി ആര് നിൽക്കുന്ന ഏത് പാർട്ടിയാണ് അവർക്ക് വോട്ട് കൊടുക്കേണ്ടത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. സ്തോത്രം. അങ്ങനെ വോട്ട് കൊടുത്തിട്ട് ഇപ്പോൾ പറഞ്ഞവരെ സ്തോത്രം, അതെ, പാപമായി തീരുന്നത് എങ്ങനെയാണ്? അതെ, നമ്മുടെ പ്രാർത്ഥന പിന്നെ പാപമായി തീരുന്നത് എങ്ങനെയാണ്? ഇതാണ് പാപമായി തീരുന്നത്. ആദ്യം ദൈവവചനം അനുസരിക്കും, ദൈവവചനം കേട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ മാറിയിരുന്നുകൊണ്ട് ഇപ്പോൾ ഉപവസിച്ച പ്രാർത്ഥന ദൈവം കേൾക്കും? ഒരിക്കലുമില്ല. സ്തോത്രം. അപ്പോൾ ഒരു നമുക്കറിയാം, ഒരു പൗലോസ് ശൗൽ ഒരു പരീക്ഷനാണ്. ആദ്യം പോലെ ചെറുപ്പം മുതൽ പ്രാർത്ഥിക്കുന്നവനാണ്. അതങ്ങനെ പറയുന്നത് തെറ്റൊന്നുമില്ല. എന്നാൽ ഡമസ്കോസിലേക്കുള്ള വഴിമധ്യേ ശൗലിൽ നടന്ന മാനസാന്തരത്തിന് ശേഷമാണ് അവൻ്റെ യഥാർത്ഥമായ പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കുന്നത്. നമുക്കറിയാം, കർത്താവ് അവനെ വെളിപ്പെട്ടതിന് ശേഷം ശൗൽ ചെയ്ത ആദ്യത്തെ പ്രാർത്ഥന, ഞാൻ എന്ത് ചെയ്യുവാൻ നീ ആഗ്രഹിക്കുന്നു? അതാണ് ശൗൽ ചോദിക്കുന്നത്. വിജയകരമായ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഒരു നല്ല ആരംഭമാണ് നമുക്ക് ഇവിടെ നമ്മൾ കാണുന്നത്. സ്വന്തം ഇച്ഛകൾ അവസാനിച്ചിട്ട്, സ്വന്തം ആഗ്രഹങ്ങൾ അവസാനിപ്പിച്ചിട്ട്, എനിക്ക് പണക്കാരനാകണം, മറ്റുള്ളവരെക്കാട്ടിലും ഞാൻ സമ്പന്നനായി ജീവിക്കണം, എൻ്റെ കാറൊക്കെ വലുതായിരിക്കണം, ഈ മനോഭാവം, ഈ കോമ്പറ്റീഷനൊക്കെ വിട്ടിട്ട് നമ്മുടെ ഇച്ഛകൾ അവസാനിച്ചിട്ട് ദൈവേഷ്ടം നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുമ്പോഴാണ് വാസ്തവമായ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. ദൈവേഷം ചെയ്യുവാൻ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ മാനസാന്തരത്തിൻ്റെ അവസരത്തിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. അപ്പനും അമ്മയ്ക്കും ജനിച്ച പെന്തിക്കോസ്ത് വിശ്വാസികളാണെങ്കിൽ അങ്ങനെ ആവണമെന്നില്ല. ആകാതിരിക്കുക. ഞാനതൊന്നും ഇതൊന്നുമല്ല, പൊതുവെ പറയുന്നത്. അതിന് സെക്കൻഡ് ജനറേഷൻ ആൻഡ് തേർഡ് ജനറേഷൻ നിങ്ങളെങ്ങനെ രക്ഷിക്കപ്പെട്ടു? തിങ്ക് അബൌട്ട് ദാറ്റ്. ഞാൻ ചോദിക്കുമല്ല, ജസ്റ്റ് വചനത്തിൻ്റെ കുറച്ച് അടിസ്ഥാനത്തിൽ സ്തോത്രം. മർത്തോമായി ജനിച്ചതുകൊണ്ട് ഞാൻ മർത്തോമാക്കാരനായി, ബെന്തിക്കോസ് ജനിച്ചതുകൊണ്ട് ഞാൻ ബെന്തിക്കോസുകാരനായി. അങ്ങനെയാണോ? ഓക്കെ, സ്തോത്രം. അപ്പോൾ വാസ്തവമായിട്ട് നാം ദൈവവചനം കേട്ട് മാനസാന്തരപ്പെടുന്നവരുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഞാൻ ഇതാ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ച എത്ര പേരുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഓട്ടെ. സ്തോത്രം. അങ്ങനെയൊക്കെ ജീവിച്ച്, അങ്ങനെയൊക്കെ മലയാളികളുടെ കാര്യം ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ ജീവിച്ച് ഒന്ന് പറയുമ്പോൾ പറയാം. അങ്ങനെയൊക്കെ എടുത്ത് തീരുമാനിച്ചു അമേരിക്കയിൽ നിൽക്കാൻ വേണ്ടി പിന്നെ യാക്കോബക്കാരെയും മർത്തോമാക്കാരെയൊക്കെ കല്യാണം കഴിച്ചവരെയൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള പെന്തിക്കോസുകാർ ഇവിടെ നിൽക്കാൻ വേണ്ടി, ഇപ്പോഴത്തെ കാര്യമില്ല, പണ്ട് ഉണ്ട്. അങ്ങനെയൊക്കെ പെന്തിക്കോസ് ജനിച്ച് വളർന്നവരൊക്കെ ഉണ്ട്. ഒക്കെ വിസ കിട്ടാൻ വേണ്ടി കത്തോലിക്കിന്ന് വിവാഹം കഴിച്ച്, മർത്തോമായി വിവാഹം കഴിച്ച്. ഓക്കെ, ഞാൻ ആരെയൊന്നും വിമർശിക്കൊന്നുമല്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ നടക്കുകയായിരുന്നു സ്തോത്രം. അപ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് ആരംഭിച്ചിരിക്കുന്നത്? ദൈവേഷം ചെയ്യുവാൻ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ മാനസാന്തരത്തിൻ്റെ അവസരത്തിൽ തന്നെ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിലും അതിനെ തുടർന്ന് നമ്മൾ പൗലോസിൻ്റെ ജീവിതത്തിൽ 3 ദിനരാത്രങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് യഥാർത്ഥമായി ഗ്രഹിക്കുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിച്ചു. ഗ്ലോറി. 3 ദിവസക്കാലം നമുക്കറിയാം. അപ്പം സ്തോത്രം. ഫലപ്രദമായ ശുശ്രൂഷ പൗലോസിന് ചെയ്യാൻ ദൈവത്തിൽ കഴിഞ്ഞതിൻ്റെ കാര്യം തൻ്റെ പ്രാർത്ഥന ജീവിതമാണ്. ദിനംതോറും അപ്പോസ്തലൻ പൗലോസ് എല്ലാ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ലേഖനങ്ങളിലൊക്കെ പൗലോസ് രാവും പോലും കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചതൊക്കെ നമ്മൾ എഫേസോ സഭയെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പുറകോട്ടൊന്നും പോകേണ്ട ആവശ്യം നമ്മളിപ്പോഴും പഠിക്കുന്നതാണ്. അപ്പം സഭകൾക്ക് വേണ്ടി സുവിശേഷത്തിൽ തൻ്റെ ഭടന്മാർക്ക് വേണ്ടി തൻ്റെ ലേഖനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ദുഷ്ടശക്തിയിൽ കീഴ്മേൽ മറിഞ്ഞിരുന്ന്
അന്നത്തെ ലോകത്തെ ഇളക്കി മറിക്കുവാൻ പൗലോസിന് കഴിയും. അതെ, തൻ്റെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അതെ, നമുക്കറിയാം പത്രോസും യോഹന്നാനും 9 മണി നേരത്ത് പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവിടെ ആ ഗോപുരവാതിക്കൽ, സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന് വാതിക്കൽ ഇരുന്നൊരു മുഴത്തിനെ സൗഖ്യമാക്കിയത് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം മാളികമുറിയിൽ വെച്ച് പരിശുദ്ധാത്മാവിൻ അപ്പോസ്തലന്മാർ എല്ലാവരും നിറഞ്ഞിരുന്നു. ഓ ഗ്ലോറി! എല്ലാവരും നിറഞ്ഞിരുന്നു. ആമേൻ. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന മതിയാക്കാമെന്നവർ കരുതിയോ? അന്ന് അഭിഷേകം പ്രാപിച്ചു 120 പേര്. അവിടെ പിന്നെ അവർ പ്രാർത്ഥന നിർത്തിയോ? അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ഇവിടെ പലപ്പോഴും കേൾക്കാറുണ്ട്, ചിലരുടെയൊക്കെ സാക്ഷ്യത്തിൽ ഇത് തന്നെ പറയാറുണ്ട്. അല്ലേ, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ അഭിഷേകം പ്രാപിച്ചു, അന്യഭാഷയിലൊക്കെ ആരാധിച്ചു. ഇപ്പോൾ അന്യഭാഷയിൽ ആരാധിക്കുന്നുണ്ടോ? ഹൗ ഇറ്റ് ഈസ്? അല്ലേയ, ഈ 120 പേര് ഞങ്ങൾ അഭിഷേകം പ്രാപിച്ചതാണ്, കർത്താവ് പറഞ്ഞ വാഗ്ദത്ത പ്രകാരം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, പിന്നെ ഒരു വായം കടക്കി വെച്ചോ? ഇല്ലല്ലോ, ഇല്ല. അതവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. സ്തോത്രം. അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പിന്നെയും സമയം വേർതിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതെ അവർ സമയം കണ്ടെത്തി, അതിനുവേണ്ടി അവർ വേർതിരിച്ചു. താങ്ക് യു ജീസസ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമുള്ള ഏറ്റവും നല്ല അവസരം അതിരാവിലെയുള്ള സമയമാണ്. നമുക്കറിയാം, ഞാനത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സ്തോത്രം. ഇപ്പം ഞാൻ പാടിയ പാട്ട് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാളുകൾക്ക് ശേഷം ഞാൻ ഈ പാട്ട് പാടുന്നത്. അമേരിക്ക വന്ന പിന്നെ പാടിയിട്ടുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഞങ്ങൾ മർത്തോമക്കാരായിരിക്കുമ്പം വീടുകളിൽ ആരെങ്കിലും അതിഥികൾ വരുമ്പോഴും അവർ പോകുമ്പോഴും അച്ഛൻ വീട്ടിൽ വരുമ്പോഴും പാടുന്ന പാട്ടായിരുന്നു ഇപ്പം ഞാൻ പാടുന്നത്. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. ഞാനന്ന് ഓർക്കുമായിരുന്നു ഈ പാട്ട് പാടാൻ കാരണം ഈ ടോപ്പിക്കിനോടനുബന്ധിച്ചാണ് എടുത്തത്. ഇത് മർത്തോമാ സഭയിലെ അച്ഛൻ TJ വർക്കി എന്ന് പറഞ്ഞൊരു അച്ഛൻ 1857 ജനിച്ച അച്ഛൻ എഴുതിയ പാട്ടാണ്. ആൾക്കറിയാമേ എന്നുണ്ടെങ്കിൽ അത് സ്തോത്രം, ഞാനത് ഒന്ന് ഓർപ്പിക്കുകയാണ്. സ്തോത്രം. അപ്പം ഈ രീതിയിൽ ഈ ഗാനം ചമയ്ക്കാൻ കാരണം അതേ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു ഈ അച്ഛൻ. സ്തോത്രം. ഹല്ലേലൂയ. അതെ, ദൈവമക്കളെ സ്തോത്രം. അതെ, നമ്മുടെ ജീവിതത്തിൽ അതെ ഏത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള ഏറ്റവും നല്ല അവസരം രാവിലെയുള്ള സമയം. ഓരോരുത്തരുടെ ജീവിതത്തിൽ ദിവസം തോറും ഒരു സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ലിപ്തപ്പെടുത്തി അത് കർശനമായി നമ്മൾ പാലിക്കേണ്ടതാണ്. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ എനിക്കറിയത്തില്ല ഇവിടുത്തെ ബോസ്റ്റൺ സഭയിലെ ഇപ്പോഴത്തെ മഞ്ജു മരിച്ചതിന് ശേഷം അതിൻ്റെ ആക്ടിവിറ്റി എങ്ങനെയൊക്കെയാണെന്നുള്ളത് എനിക്കറിയാറില്ല. എനിക്ക് ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് ഇന്നലെ ഉച്ചയ്ക്ക് ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു. ആളിൻ്റെ എണ്ണം കുറയുന്നുണ്ട്. എനിക്കിതും കൊണ്ട് ഒരു തോന്നൽ വരുന്നുണ്ട്. സ്തോത്രം. എന്തായാലും ക്ഷീണിച്ചു പോയോ? വചനം കേട്ട് ക്ഷീണിച്ചു. പഴയവരുടെ അങ്ങോട്ട് എണ്ണം കാണുന്നില്ല, ആൾക്കാരുടെ പ്രസൻസിൽ. ഇന്നലെ അമ്മണിക്കുട്ടി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആളിൻ്റെ എണ്ണം അങ്ങോട്ട് കുറയുന്നു. എന്തോ പറ്റി? വാട്ട് ഹാപ്പൻ? അത് വചനം കേട്ടങ്ങ് മടുത്തോ? അതോ എന്തോ സംഭവം, എന്തോ ഞാനങ്ങ് പ്രാപിച്ചു എന്നുള്ളത് ആ ലെവലിലേക്ക് എത്തിയോ? സ്തോത്രം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, സ്തോത്രം. നമ്മൾ ഓരോ സമയവും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ലിപ്തപ്പെടുത്തി ഉത്തരവാദിത്തത്തോടുകൂടി കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നുള്ള ഓർമ്മയോടുകൂടി, ശുഷ്കാന്തിയോടുകൂടി, നിർമ്മലതയോടുകൂടി, അതെ സ്തോത്രം, എങ്ങനെയെങ്കിലും എനിക്ക് ദൈവരാജ്യത്തിൽ കടന്നു ചെല്ലണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ദൈവമക്കൾ സമർപ്പിച്ച് മുന്നോട്ട് പോയി ബി അറ്റൻറ്റീവ്. സ്തോത്രം. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ആരോഗ്യം, ഇപ്പം നമുക്ക് കൈയടിക്കാൻ കൈക്ക് ബലമുണ്ട്, നമ്മുടെ നാവുകൾക്ക് ബലമുണ്ട്. സ്തോത്രം. ഓർമ്മക്കുറവൊന്നുമില്ല. അതേ സമയം തക്കത്തിൽ ഉപയോഗിപ്പീൻ. അതെ സ്തോത്രം. അപ്പം നമ്മൾ ഈ കാര്യത്തിൽ നാം അക്കാര്യത്തിൽ ശുഷ്കാന്തിയുള്ളവരായി ആയിരിക്കാൻ കൊണ്ട് ഞാൻ ഈ സമയം ഓർപ്പിക്കണം. നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, പ്രാർത്ഥന
പാപമായി തീരാതിരിപ്പാൻ തക്കണം. ആദ്യം വന്നിട്ടാണ് നമുക്കറിയാം. സ്തോത്രം. ഏത് അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞവരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. സ്തോത്രം. അങ്ങനെ സ്തോത്രം ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന താല്പര്യം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുമ്പം പോട്ടെ, ഞാൻ പറയുന്നില്ല. ഒരു കാര്യം ഓർമ്മ വന്നു പെട്ടെന്ന്. സ്തോത്രം. അർദ്ധരാത്രി പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന ഉണ്ടായിരുന്നു. പേരൊന്നും പറയുന്നില്ല, ശരിയല്ലല്ലോ. അർദ്ധരാത്രി പ്രാർത്ഥിക്കാൻ വിളിച്ച നാളുകളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഈ ലൈനിൽ. എൻ്റെ സമയം, നിങ്ങളുടെ സമയം 11:30-12 മണിക്കൊക്കെ നാളുകളായിട്ട്. ഇപ്പം അതില്ല. ഓക്കെ. ഇപ്പം നടക്കുന്ന സൂസൻ സാൻഡേലിൻ്റെ വ്യാഴാഴ്ച ആഫ്റ്റർനൂൺ 3 o'clock പ്രാർത്ഥനയുണ്ട്. ഞാനും കൂടാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പണ്ട് പേര് പറയുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. അതായത് നമ്മളിപ്പം ഡാളസിൽ സുഖമില്ലായിരിക്കുന്ന നമ്മുടെ കുഞ്ഞമ്മ സഹോദരി മെയിൻലി മോളിക്കുട്ടി, ഞങ്ങൾ 3 പേരും എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഈ ലൈനിൽ തന്നെ രണ്ടാമത്തെ ലൈൻ ഉപയോഗിക്കുമായിരുന്നു. എവരി ഡേ. ഓക്കെ. സ്തോത്രം. ഞാൻ ഈ പേര് പറഞ്ഞത് കാര്യം ഞങ്ങൾ 3 പേരും റെഗുലറായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഓക്കെ. സ്തോത്രം. അപ്പം അങ്ങനെ പ്രാർത്ഥനയുടെ ഐക്യത്തിൽ അത് ദൈവമക്കൾ ഫോം ചെയ്യണം. ഇന്നതൊക്കെ ഇല്ല, കുറച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതെ നമ്മൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. സ്തോത്രം. അതെ. പ്രാർത്ഥനയുടെ ശക്തി എങ്ങനെ? അതായത് പ്രയാസങ്ങൾ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ സ്തോത്രം ആയിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് 5000 പേര് അതായത് ഒരു ദിവസം തന്നെ രക്ഷിക്കപ്പെട്ട് നമ്മൾ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. അതെ. പത്രോസിനെ സഭ പത്രോസ് തടവിലാക്കിയപ്പോൾ സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ച കാര്യം നമുക്കറിയാം. സ്തോത്രം. ഉറങ്ങിക്കിടന്ന പത്രോസിനെ ദൈവം കാവൽക്കാരന്റെ മധ്യത്തിൽ നിന്നും അത്ഭുതകരമാവണ്ണം വിടുവിച്ചു നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുണ്ടായി. സ്തോത്രം. സമയം പോയി. ഇപ്പോഴാണ് നോക്കിയത്. ടൈം പോയി. ഓക്കെ. 2-3 മിനിറ്റ് അവസാനിപ്പിക്കാം. അതുകൊണ്ട് സ്തോത്രം. അതെ. യോഹന്നാൻ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നതുപോലെ പത്രോസിനെയും ഹെരോദാവ് കൊല്ലാനുള്ള സമയമായിരുന്നു ആ സമയം. പക്ഷേ എങ്കിലും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പത്രോസിന് കിടന്നുറങ്ങാൻ കാര്യം എന്താ? അർദ്ധരാത്രി കിടന്നുറങ്ങിയത് കാരാഗൃഹത്തിൽ കർത്താവിൻ്റെ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. അത് പത്രോസിന് അറിയാം. നീ എങ്ങനെ മരിക്കുമെന്നുള്ളത് കർത്താവ് പത്രോസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതാ സുഖമായിട്ട് കിടന്നുറങ്ങി പത്രോസ്. സ്തോത്രം. അതെ. അത് ദൈവമക്കളെ, നമുക്കറിയാം ഏറ്റവും നല്ല മാതൃക നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. സ്തോത്രം. അധികാരത്തെ ഇരുട്ടോടുകൂടി അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന പ്രദേശത്ത് ചെന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവം തനിക്കുണ്ടായിരുന്നു. താൻ ദൈവപുത്രനാണ്, താൻ പിതാവിൻ്റെ ഏകമകനാണ്. അല്ല, താൻ പ്രാർത്ഥിക്കുന്ന സ്വഭാവം. അതെ. യേശുക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ ജീവിതം ആരംഭിക്കുന്നത് പ്രാർത്ഥനയുടെ കൂടെയാണ്. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിജയകരമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ് ക്രമമായിട്ടുള്ള പ്രാർത്ഥന. കർമ്മമായ പ്രാർത്ഥന. താങ്ക് യു ജീസസ്. അതെ, നമുക്കുണ്ടായിരിക്കണം. അതിനാണ് ഈ ബോസ്റ്റൺ സഭ രൂപീകരിച്ചിരിക്കുന്നത്. ദൈവത്താൽ രൂപീകരിക്കപ്പെട്ടതാണ് അത്. അങ്ങനെ ഒരു ഡിസിപ്ലിൻ ലൈഫ്, ഒരു ഓർഡർലി ലൈഫ്, പ്രാർത്ഥന ജീവിതം ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഈ പ്രയർ ലൈൻ നമുക്ക് തന്നിരിക്കുന്നത്. അത് നാം വേണ്ട രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ദുഃഖിക്കേണ്ടി വരത്തില്ല. ഓർമ്മയിരിക്കണം. ഞാൻ വാക്കിൽ ചോദിക്കട്ടെ. അതെ, 1 മിനിറ്റ് ഉള്ളൂ. സ്തോത്രം. അതെ. എന്താ പ്രാർത്ഥന ഇപ്പോൾ ഫലിക്കാതെ പോകുന്നു? ചില വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അത് സമയം മുന്നോട്ട് പോയല്ലോ. അതുകൊണ്ട് സ്തോത്രം. പലപ്പോഴും പ്രാർത്ഥന ഫലിക്കാത്ത കാരണം എന്താണ്? നമ്മുടെ ജഡീകമായ ചിന്തകൾ, അത്യാഗ്രഹം, അഹങ്കാരം, പിന്മാറ്റം, പാപം, മത്സര്യം, കൊലപാതക ചിന്ത. ഇപ്പം തന്നെ പ്രസിഡന്റ് ട്രംപിനെ കൊല ചെയ്യണമെന്ന്
ജനങ്ങൾ, ഇറാനിലുള്ളവരും മറ്റുള്ളവരുമൊക്കെ ലോക സ്നേഹം, ദൈവത്തോടുള്ള മത്സരം, സംശയം, സ്തോത്രം. അതെ ദൈവമക്കളെ, ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് പ്രാർത്ഥന എൻ്റെ പാപമായി തീരുന്നത്. നമ്മൾ സങ്കീർത്തനം വായിക്കുന്നുണ്ട്, ദാവീദ് എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർഗ്ഗത്തിലേക്ക് മടങ്ങി വന്നു. അവരുടെ പ്രാർത്ഥന അവിടെ പാപമായിട്ട് കിടക്കുന്നു. പ്രാർത്ഥിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ദാവീദിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെന്നുള്ളതല്ല, വേറെ എന്ന് പറയാനുള്ളൂ. എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർഗ്ഗത്തിലേക്ക് മടങ്ങി വന്ന് എന്നെ ഹർട്ട് ചെയ്യും. എൻ്റെ നെഞ്ചത്തോട്ട് ഒറ്റ ഇടി ഇല്ല സംഭവിച്ചു. ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് സ്തോത്രം. അതെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ദാറ്റ്സ് എ ടോപ്പിക്. പ്രാർത്ഥന പാപമായി തീരുന്നത് എങ്ങനെ? അത് നമ്മൾ ചിന്തിക്കുക. പൂർത്തിയാക്കാൻ പറ്റിയില്ല, ദൈവനെ അടുത്ത വെള്ളിയാഴ്ച എനിക്ക് തോന്നുന്നു അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ. താങ്ക് യു എല്ലാവർക്കും. ഗോഡ് ബ്ലെസ് യു ഓൾ.